അമ്മേ, ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചില്ലേ? എനിക്കാകെ 2 കൈയേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാ. എന്നാലേ നീയൊക്കെ അത് വെട്ടി വിഴുങ്ങാൻ വേണ്ടി മാത്രമാ ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. നാളെ ഒരുത്തന്റെ കൂടെ പോയി പൊറുക്കേണ്ട പെണ്ണാ. അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ച കയ്യില് വള ഊരി പോവോ? അടുക്കള കയറി എന്റെ ഗ്ലാമർ പോവില്ലേ അമ്മേ? ഗ്ലാമർ എന്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ട. എന്താ രാവിലെ തന്നെ അമ്മയും മോളും? ഇങ്ങനെ പോയാ അച്ഛൻ വേറെ കെട്ടേണ്ടി വരും. അതെന്താ? നമുക്ക് നേരത്തിനും കാലത്തിനും വല്ലതും കഴിക്കണ്ടേ? ജോലിക്കാരിയെ കിട്ടാനില്ല, പിന്നെ കെട്ടാതെ എന്താ മാർഗം? ഒരെണ്ണം കെട്ടിയതിന്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല, അപ്പോഴാ രണ്ടാമത്തത്. അയ്യോ ഞാനില്ലേ. അച്ഛാ, നമുക്ക് അവരെ ഒന്ന് വിരുന്നിന് ക്ഷണിക്കണ്ടേ? ആരെ? സ്വാതിയെ. എന്തിനാ? അതൊന്നും വേണ്ട. സൽക്കരിക്കാനല്ലമ്മേ, അവരുടെ ജീവിതം എങ്ങനെയാന്ന് നമുക്കൊന്ന് അറിയാലോ. എനിക്ക് കിട്ടിയ വിവരം വെച്ച് ഭയങ്കര അടിയാ അവര് തമ്മില്. അതൊന്ന് നേരിക്കാണാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിളിച്ചോ. ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ? പോരാ പോരാ, പോയി തന്നെ വിളിക്കണം. എങ്കിലേ വരാൻ അവർക്കൊരു ഉത്സാഹം കാണൂ. വരുന്നതൊക്കെ കൊള്ളാം. അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഞാനും കൂടാമ്മേ. ഇത്തരം സ്പെഷ്യൽ സന്ദർഭങ്ങളിലൊക്കെ അടുക്കളയിൽ കയറുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛൻ ഇന്ന് തന്നെ പോണം, ക്ഷണിക്കണം. ശരി, നിന്റെ ഇഷ്ടം. ഞാൻ വന്നത് അറിയാലോ, നാട്ടു നടപ്പ്. നീലിനെ സ്വാതിയും വിരുന്നിന് വിളിക്കാൻ വന്നതാ. അതിനെന്താ, വിടാലോ. സോറി, എനിക്ക് ടൈം ഉണ്ടാവില്ല, ബിസിയാ. ബിസിയാണെങ്കിൽ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആവാം. ഇപ്പം എന്താ, സിനിമയുടെ വർക്ക് വല്ലതും നടക്കുന്നുണ്ടോ? അതെ. ഏത് സിനിമയാ? പേര് ജീവിതം. അതൊരു പഴയ സിനിമയുടെ പേരല്ലേ? ആണോ? എനിക്കറിയില്ല. നല്ല പടങ്ങളെ, നല്ല ബെസ്റ്റ് ഡയറക്ടറാ. കഥ പറഞ്ഞു കൊടുക്കണോ നീലേ? അല്ലെങ്കിൽ വേണ്ട, തിയേറ്റർ വരുമ്പോ കണ്ടാ മതി. അങ്കിള് ചായ കുടിക്ക്. ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, കടയിൽ ആരുമില്ല. വീട്ടിലെല്ലാവർക്കും സുഖാണോ? അങ്ങനെ പോകുന്നു. ഒരു മോളില്ലേ, പേര് മറന്നുപോയി. ദേവപ്രിയ. അവൾക്ക് ആലോചന വല്ലതും? ഇപ്പൊ ഉടനെ വേണ്ടെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി എന്നാ. ശരി എന്നാ. മോളെ സ്വാതി പോട്ടെ. നീ ശരി, പോട്ടെ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അയാളൊരു സാധുവായതുകൊണ്ട് കളിയാക്കിയതൊന്നും മനസ്സിലായില്ല. ഒരു കുത്ത് വെച്ച് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. ജീവിതം എവിടുന്ന് കിട്ടിയിടാ നിനക്ക് ആ പേര്? അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ? അമ്മാവന്റെ മുമ്പിൽ ചിരിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നു. ഫുള്ള് കോമഡിയാ. അതൊക്കെ മാറും. നീ ഏടത്തെയും കൂട്ടി വിരുന്നിന് പോകാൻ നോക്ക്. പോകാൻ പറ്റില്ലെന്ന് നീല് പറഞ്ഞത് നീയും കേട്ടതല്ലേ? നിന്നോട് ചോദിച്ചില്ല. നീലേ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നാട്ടുകാരോ മറ്റുള്ളവരോ അറിയാൻ പാടില്ല. അറിയിക്കരുത്. അതേ മോനെ, ഇവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്നെയും കൂട്ടി സ്വന്തം വീട്ടിലേക്കൊക്കെ ഒന്ന് പോണെന്ന്? അത് അവളുടെ അവകാശമല്ലേ? എനിക്ക് പറ്റില്ല. പറ്റും, നീ പോയേ പറ്റൂ. എടാ, ഒന്ന് അനുസരിക്കടാ. ഒരു 2 ദിവസം നിനക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ഇത്രയും ചേഞ്ച് ആയത് പോരെ അമ്മേ? ഇനി എങ്ങും പോണ്ടല്ലോ, ഈ ഒരൊറ്റ തവണ. എന്റെ പൊന്നുമോൻ, അമ്മ പറയുന്ന ഒന്ന് അനുസരിക്കേ. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വലിയ നിർബന്ധിക്കുന്നത്? ഇവളാ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത്. ഗൗരി, നീ ഒരു പെണ്ണാ. ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടുന്ന ഓർത്തോ. ഓ, ഞാനങ്ങ് സഹിച്ചു. ഇവളുടെ മുഖം കണ്ടില്ലേ? അവൾ ആഗ്രഹിച്ചു പോയി. ഒന്ന് പോന്നില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ശരി, പക്ഷെ 2 ദിവസമൊന്നും പറ്റില്ല. ഒരൊറ്റ രാത്രി. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോരും.